ഇന്ത്യയിലടക്കം മിക്ക രാജ്യങ്ങളിലും പണ്ടു മുതലേ പ്രചാരം നേടിയ ഒരു വിനോദമാണ് കോഴിപ്പോര്. ചേവൽ ചണ്ടൈ എന്നറിയപ്പെടുന്ന ഈ വിനോദത്തിന് തമിഴ്നാട്ടിൽ ഇന്നും ഏറെ ആരാധകരുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെങ്ങും കോഴിപ്പോര് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമായ ഫലം ചെയ്യാതെ ഇപ്പോഴും തുടരുന്നുണ്ട്. രണ്ടിലൊന്ന് ചത്തു വീഴും വരെയാണ് പോരാട്ടം. എന്നാൽ ആ കോഴികളുടെ സ്ഥാനത്ത് രണ്ട് മനുഷ്യരാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. പരസ്പരം ശത്രുക്കളല്ലാത്ത രണ്ട് മനുഷ്യർ. കാണികളുടെ ആനന്ദത്തിനു വേണ്ടി രണ്ടിലൊരാൾ മരിച്ചു വീഴും വരെ പൊരുതേണ്ടി വരുന്ന ദയാരഹിതമായ വിനോദം. ഇതൊരു സങ്കല്പമല്ല. പഴയ റോമിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. നമസ്കാരം. ലോകാനന്ദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്ലാഡിയേറ്റർമാർ പോരാടിയിരുന്ന പൗരാണിക ഇറ്റലിയിലെ മല്ലയുദ്ധവേദികളാണ് ആംഫി തിയേറ്ററുകൾ. റോമാ നഗരത്തിൻ്റെ ഏറ്റവും വലിയ ആംഫി തിയേറ്ററാണ് കൊളോസിയം. ആംഫി തിയേറ്റർ പല വിധത്തിലുള്ള കുപ്രസിദ്ധമായ വിനോദങ്ങൾക്കും പേരുകേട്ടതാണ്. റോമക്കാരുടെ പ്രിയപ്പെട്ട വിനോദമായ ഗ്ലാഡിയേറ്റർ പോരാട്ടം, മൃഗങ്ങളെ വിനോദത്തിനായി കശാപ്പ് ചെയ്യൽ, കരടികളുമായുള്ള പോരാട്ടങ്ങൾ, യുദ്ധങ്ങളുടെ പുനരാവിഷ്കാരം, റോമൻ കാണികളുടെ മറ്റൊരു പ്രിയപ്പെട്ട ഇനമായ പരസ്യമായ വധശിക്ഷകൾ എന്നിവയൊക്കെയാണ് ഇവിടെ നടന്നിരുന്നത്. റോമിലെമ്പാടുമുള്ള ഒരു വിനോദ വ്യവസായത്തിൻ്റെ ഭാഗമായിരുന്നു ഗ്ലാഡിയേറ്റർമാർ. അവനവനു വേണ്ടിയല്ലാതെ ഭരണാധികാരികൾക്കും അവരുടെ ഭ്രാന്ത് പിടിച്ച കാഴ്ചക്കാർക്കും വേണ്ടി മരണം വരെ പോരാടിയ അരങ്ങിലെ യോദ്ധാക്കളാണ് ഗ്ലാഡിയേറ്റർമാർ. ജീവിതവും മരണവും വെറും വിനോദത്തിനു വേണ്ടി മാത്രമായി ചുരുക്കപ്പെട്ട മനുഷ്യർ. പല പോരാട്ട ഇനങ്ങളും കനത്ത പ്രതിഫലം വാങ്ങിയാണ് ഭരണാധികാരികൾ നടത്തിയിരുന്നത്. അതിനുവേണ്ടി അവർ സാമ്രാജ്യത്തിലുടനീളമുള്ള നഗരങ്ങളിൽ വലിയ ആംഫി തിയേറ്ററുകൾ നിർമ്മിച്ചിരുന്നു. ശക്തരായ പോരാളികളുടെ രക്തം ചിന്തുന്ന അതിക്രൂരമായ ഈ മല്ലയുദ്ധ വിനോദം മിക്കവാറും പോരാളികളിൽ ഒരാളുടെ മരണത്തിലാണ് തുടക്കകാലങ്ങളിൽ അവസാനിച്ചിരുന്നത്. ഒരുപക്ഷെ പുരാതന റോമിൽ ഗ്ലാഡിയേറ്ററിനെ പോലെ മറ്റൊരു വ്യക്തിയും പ്രശസ്തനായിരുന്നിരിക്കില്ല. സമ്പന്ന റോമൻ സമൂഹത്തിൻ്റെ വിനോദത്തിനായി മൃഗങ്ങൾക്കും കുറ്റവാളികൾക്കും മറ്റ് ഗ്ലാഡിയേറ്റർമാർക്കും എതിരെയായിരുന്നു അവർക്ക് പോരാടേണ്ടിയിരുന്നത്. ഗ്ലാഡിയേറ്റർമാരിൽ മിക്കവരും റോമൻ അടിമകളായിരുന്നു. റോമൻ സമൂഹത്തിൽ അവർക്ക് ഒരവകാശവും ഉണ്ടായിരുന്നില്ല. അവരെ മനുഷ്യരായിട്ട് പോലും കണക്കാക്കിയിരുന്നില്ല. ആയിരക്കണക്കിന് പോരാളികൾ കളിത്തട്ടിൽ ചോര വാർന്ന് അനാഥരായി മരിക്കുമ്പോൾ അപൂർവമായി ഒരു ഗ്ലാഡിയേറ്റർ അരങ്ങിലെ ഇതിഹാസമായി മാറി പ്രശസ്തിയും സ്വാതന്ത്ര്യവും നേടിയേക്കാം. പക്ഷേ അതൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമായിരുന്നു. അക്രമാസക്തവും അപകടകരവുമായ ഒരു ജീവിതമാണ് അവർക്ക് നയിക്കേണ്ടി വന്നത്. ഇരുട്ട് പരക്കുന്ന വേദികളിൽ വെളിച്ചത്തിനായി ദേഹത്ത് തുണി ചുറ്റി എണ്ണയൊഴിച്ച് നിർത്തിയ അടിമകളെ കെട്ടിയിട്ട് ജീവനോടെ കത്തിക്കും. കാണികളുടെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ ആ പാവം മനുഷ്യരുടെ മരണവെപ്രാളത്തോടെയുള്ള ദയനീയമായ കരച്ചിൽ പതിയെ ഒടുങ്ങും. പിന്നീട് ശരീരങ്ങൾ വെറും പന്തങ്ങളായി ഏറെ നേരം നിന്ന് കത്തി കളിത്തട്ടിന് വെളിച്ചമാകും. ഉപയോഗിച്ച ആയുധങ്ങൾ, ധരിച്ചിരുന്ന കവചം, പ്രയോഗിച്ച പോരാട്ട ശൈലികൾ, അവർ പോരാടിയ സംഭവങ്ങൾ എന്നിവയാൽ വേർതിരിച്ചറിയപ്പെട്ട ഏതാണ്ട് 20-ലധികം വ്യത്യസ്ത തരം ഗ്ലാഡിയേറ്റർമാരാണ് ഉണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയുള്ള പരിചയും ഗ്ലാഡിയസ് എന്ന വാളും ഉപയോഗിച്ചിരുന്ന കനത്ത കവചവും ധരിച്ച ഗ്ലാഡിയേറ്റർമാരായിരുന്നു മുർമില്ലോ. മീനിൻ്റെ ആകൃതിയിലുള്ള ചിഹ്നത്താൽ അലങ്കരിച്ച മുഴുവൻ കവചമുള്ള ഹെൽമെറ്റായിരുന്നു അവരുടെ പ്രത്യേകത. മുർമില്ലോസിന് സമാനമായ കവചം ധരിച്ചിരുന്ന ത്രാക്സുകൾ, എന്നാൽ ചെറുതും ചതുരാകൃതിയുള്ളതുമായ ഒരു പരിചയും വളഞ്ഞ ത്രാഷ്യൻ വാളുമാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ഗ്രിഫിൻ കൊണ്ട് അലങ്കരിച്ചിരുന്ന അവരുടെ ഹെൽമെറ്റ് മുഴുവൻ തലയും മൂടിയിരിക്കും. വലിയ വലയും ത്രിശൂലവും ഉപയോഗിച്ച ഗ്ലാഡിയേറ്റർമാരാണ് റെറ്റിയാരിയസ്. അവർ ഭാരം കുറഞ്ഞ കവചം ധരിച്ചിരിക്കും, എന്നാൽ പരിച ഉണ്ടായിരിക്കില്ല. എതിരാളികളെ വലയ്ക്കടിയിൽ കുടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ 3 മുനയുള്ള കുന്തം ഉപയോഗിച്ച് കുത്തിയാണ് പോരാടിയിരുന്നത്.
എറിയുന്ന കുന്തം, ഒരു ചെറിയ വാൾ, ചെറിയ വൃത്താകൃതിയിലുള്ള പരിച, തൂവൽ പോലുള്ള ഹെൽമറ്റ് എന്നിവ ധരിച്ച ഗ്ലാഡിയേറ്റർമാരായിരുന്നു ഗ്രീക്കിൽ സായുധ പോരാളി എന്നർത്ഥം വരുന്ന ഹോപ്ലോമാക്കസ്. ഒരു സെക്യൂട്ടറിനെതിരെ പോരാടുന്ന വിരമിച്ച ഒരു കളിക്കാരനായിരിക്കും റെഫറി. ഗ്ലാഡിയേറ്റർമാർ ഏതെങ്കിലും തരത്തിൽ കുപ്രസിദ്ധി നേടിയവരാവും. ജീവിതം നഷ്ടപ്പെട്ട അവർ യജമാനന്മാർക്ക് വിധേയരാക്കപ്പെട്ടവരായിരുന്നു. ഗ്ലാഡിയേറ്റോറിയൽ കളരികൾ അവിശ്വസനീയമായ വിധത്തിൽ കർശനമായ നിബന്ധനകളോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അവർക്ക് നൽകിയ പരിശീലനം കഠിനവും ക്രൂരവുമായിരുന്നു. മോശം പെരുമാറ്റമുണ്ടായാൽ ശിക്ഷയായി ഗ്ലാഡിയേറ്റർമാരെ കൊല്ലുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. മിക്ക ഗ്ലാഡിയേറ്റർമാരും അജ്ഞാതമായി ജീവിക്കുകയും യജമാനന്മാർക്ക് വേണ്ടി പോരാടി മരിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു പേർ അവരുടെ പോരാട്ട വീര്യവും ശൈലിയും കൊണ്ട് ജനപ്രിയ സെലിബ്രിറ്റികളായി മാറി. അവരുടെ പേരുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിരവധി ചലച്ചിത്രങ്ങളിൽ വീരനായകരായി. ഗ്ലാഡിയേറ്റർമാർക്കിടയിലെ ഒരു റോക്ക് സ്റ്റാറായിരുന്നു സ്പിക്കുലസ്. രക്തരൂക്ഷിതമായ സംഭവങ്ങളിലൂടെ പ്രശസ്തനായ നീറോ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം. നീറോ ധാരാളം സമ്മാനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സമ്പന്നനാക്കി. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ ആ കൈകൾ കൊണ്ട് മരിക്കാൻ ആഗ്രഹിച്ച് നീറോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. എന്നാൽ സ്പെക്കുലസ് മുൻ ചക്രവർത്തിയുടെ അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് നീറോ ആത്മഹത്യ ചെയ്തു. റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനും ലോകം മുഴുവൻ പ്രിയപ്പെട്ട മറ്റൊരു ഗ്ലാഡിയേറ്ററാണ് സ്പാർട്ടക്കസ്. ത്രേസ്യക്കാർ പ്രസിദ്ധി നേടിയത് ത്രേസ്യക്കാരനായ സ്പാർട്ടക്കസ് എന്ന ഗ്ലാഡിയേറ്ററിലൂടെയാണ്. ത്രേസ്യൻ പട്ടാളക്കാരനായിരുന്ന ഇദ്ദേഹം ഒടുവിൽ എന്തോ കുറ്റത്തിന് അടിമയായി വിൽക്കപ്പെടുകയും പിന്നീട് ഒരു ഗ്ലാഡിയേറ്ററായി പരിണമിക്കുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. കപുവയിലെ ഗ്ലാഡിയേറ്റർ പരിശീലന കളരിയിലെ കലാപത്തിൻ്റെ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആ കലാപത്തിൽ പരിശീലനം നേടിയ 70 പേരോളം അന്ന് രക്ഷപ്പെട്ടു. അവരുടെ രക്ഷപ്പെടലിനും റോമൻ സൈന്യവുമായുള്ള ചില ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഗ്ലാഡിയേറ്റർമാർ വിജയിച്ചു. അതോടെ അവരുടെ അംഗസംഖ്യ വളർന്ന് 10,000-കണക്കിന് ആളുകളുടെ ഒരു വലിയ സൈന്യമായി മാറി. സ്പാർട്ടക്കസാണ് 3-ാം അടിമയുദ്ധം എന്നറിയപ്പെടുന്ന കലാപത്തിൽ ഈ വിമത അടിമ സൈന്യത്തെ നയിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ സൈന്യം പരാജയപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. മിക്കപ്പോഴും ഗ്ലാഡിയേറ്റർമാർ വേറെ വിഭാഗത്തിലുള്ള ഗ്ലാഡിയേറ്റർമാരുമായിട്ടാണ് മത്സരിക്കേണ്ടി വന്നിരുന്നത്. മുർമില്ലോസ് പലപ്പോഴും ത്രേസ്യക്കാർക്കെതിരെയും ഹോപ്ലോമാക്കസ്, റെറ്റിയാരിയസ് എന്നിവർക്കെതിരെയുമാണ് യുദ്ധം ചെയ്തിരുന്നത്. വലയും തൃശൂലവും ഉപയോഗിക്കുന്ന റെറ്റിയാരിയസ് സാധാരണയായി കൂടുതൽ പരമ്പരാഗത ആയുധങ്ങൾ ധരിച്ച ഗ്ലാഡിയേറ്റർമാരെയാണ് നേരിട്ടിരുന്നത്. ഈ പോരാട്ടങ്ങളൊക്കെ എപ്പോഴും ഒരു റെഫറിയുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുന്നത്. കൊളോസിയത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ മിക്കവാറും പോരാട്ടങ്ങൾ മരണത്തിലാണ് കലാശിച്ചിരുന്നത്. എന്നാൽ ഇതിൽ എല്ലാ മത്സരങ്ങളും മരണത്തിൽ അവസാനിക്കാൻ പിന്നീട് അനുവദിച്ചിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഗ്ലാഡിയേറ്റർമാരുടെ പരിശീലനവും അവരെ നിലനിർത്തുന്നതും വളരെ ചെലവേറിയതായിരുന്നു. അവർക്ക് നല്ല ആഹാരവും കൃത്യമായ പരിശീലനവും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ അവരുടെ ഉടമകൾ കഴിയുന്നത്ര കാലം അവർ ജീവിച്ചിരിക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. കാലം കടന്നു പോകെ മത്സരങ്ങൾ തുടക്കകാലത്തെ പോലെ മാരകമല്ലാതായി. യഥാർത്ഥ കപ്പലുകളും പോരാളികളുമായി നടത്തിയ നാവിക യുദ്ധങ്ങളുടെ പുനരാവിഷ്കാരമാണ് നൗമച്ചിയ. ഒരുപക്ഷെ എല്ലാ റോമൻ രക്തരൂക്ഷിതമായ കായിക വിനോദ ഇനങ്ങളിൽ വെച്ച് ഏറ്റവും ക്രൂരമായതാണിത്. പല വലിയ നഗരങ്ങളിലെയും അരങ്ങുകളിൽ പതിവായി നടന്നിരുന്ന ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവർഷത്തിനു മുമ്പ് 46-ൽ ജൂലിയസ് സീസറിൻ്റെ വിജയത്തിൻ്റെ ആഘോഷം പോലുള്ള പ്രത്യേക അവസരങ്ങൾക്കായി നൗമച്ചിയ മാറ്റിവെച്ചിരുന്നു. പങ്കെടുക്കുന്നവർ പലപ്പോഴും യുദ്ധ തടവുകാരോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളോ ആയിരിക്കും. ക്രൂരമായ ഈ പോരാട്ട വിനോദത്തിൽ മറ്റ് പോരാട്ടങ്ങളെ അപേക്ഷിച്ച് മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. കാലക്രമേണ ആംഫി തിയേറ്ററുകളിൽ മൃഗങ്ങളുടെ ഉപയോഗം വേട്ട എന്നർത്ഥമുള്ള വെനേഷ്യോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
ഇത് ശരിക്കുമുള്ള വേട്ടയുടെ എല്ലാവിധ ലഹരിയും പ്രേക്ഷകർക്ക് നൽകുന്ന തരത്തിലുള്ള മറ്റൊരു വിനോദമായിരുന്നു. ആനകൾ, പുള്ളിപ്പുലികൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, കാളകൾ, കഴുതപ്പുലികൾ, കാണ്ടാമൃഗങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെയായിരുന്നു വെനേഷ്യോകളിൽ ഉപയോഗിച്ചിരുന്നത്. അതിജീവിക്കാനുള്ള ആയുധങ്ങളും പരിശീലനവും ഉപയോഗിച്ച് മൃഗങ്ങളോട് പോരാടിയവരെ വെനേഷ്യോറുകൾ എന്നാണ് വിളിച്ചിരുന്നത്. പണത്തിനും മഹത്വത്തിനും വേണ്ടിയാണ് മൃഗങ്ങളോട് ഇവർ പോരാടിയിരുന്നത്. അമ്പും വില്ലും കുന്തങ്ങൾ, മറ്റായുധങ്ങൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ഇവരുടെ മൃഗവേട്ട. പുരാതന റോമിൽ അക്കാലത്ത് തന്നെ മറ്റു തരത്തിലുള്ള അക്രമാസക്തമായ വിനോദങ്ങളും പ്രചാരത്തിലുണ്ടായിരുന്നു. അതും പക്ഷേ പലപ്പോഴും ഗ്ലാഡിയേറ്റർമാരെ ഉപയോഗിച്ചുള്ളതായിരുന്നു. ഗ്ലാഡിയേറ്റർ പോരാട്ടം വളരെ സംഘടിതവും ക്രമീകൃതവുമായിട്ടാണ് നടത്തിയിരുന്നത്. ഗ്ലാഡിയേറ്റർമാർ മറ്റു മനുഷ്യ പോരാളികൾക്കെതിരെ മാത്രമാണ് പോരാടിയിരുന്നത്. വന്യമൃഗങ്ങളുമായി പോരാടിയ ബെസ്റ്റിയാറസ് എന്ന ഒരുതരം പോരാളികളുണ്ടായിരുന്നു. എന്നാൽ അവരെ ഗ്ലാഡിയേറ്റർമാരായിട്ട് കണക്കാക്കിയിരുന്നില്ല. വന്യമൃഗങ്ങൾ അരങ്ങിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും സാധാരണയായി അങ്ങനെ ചെയ്തത് ഡാംനേഷ്യോ ആഡ് ബെസ്റ്റിയാസിൻ്റെ ഭാഗമായാണ്. റോമാക്കാർ മൃഗങ്ങളെ കൊണ്ട് കുറ്റാരോപിതരായ മനുഷ്യരെ കൊല്ലുന്നതിനെയാണ് ഡാംനേഷ്യോ ആഡ് ബെസ്റ്റിയാസ് എന്ന് വിളിച്ചിരുന്നത്. ഇത് നിയമപരമായ വധശിക്ഷയായതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടവർക്ക് അതിജീവിക്കാൻ യാതൊരു സാധ്യതയും ഉണ്ടാകില്ല. ആംഫി തിയേറ്ററിന് താഴെയുള്ള നിലകളിൽ നിന്ന് അവയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ലിഫ്റ്റ് സംവിധാനത്തിലൂടെയാണ് മൃഗങ്ങളെ അരങ്ങിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതിനായി അവരുടെ കണ്ണിൽപ്പെടാതെ ഒരു കെണി വാതിൽ തുറന്ന് നാടകീയമായ രീതിയിൽ മൃഗത്തിന് പുറത്തു വരാനുള്ള വഴിയൊരുക്കും. സിംഹങ്ങൾ, കടുവകൾ, കരടികൾ, മുതലകൾ തുടങ്ങിയ മൃഗങ്ങൾക്ക് മുൻപിലേക്ക് തടവുകാരെ എറിഞ്ഞുകൊടുക്കും. ഭയപ്പെട്ടോടുന്ന മനുഷ്യരെ നോക്കി ഇരകളെയും കൊലയാളികളെയും ഒരുമിച്ച് നിർത്തണമെന്ന് ജനക്കൂട്ടം ആർത്തു വിളിക്കും. കൊല്ലവനെ, ചാട്ടവാറിനടിച്ച് പൊളിക്കവനെ, ജീവനോട് കത്തിച്ചു കള എന്നൊക്കെ കാണികൾ അലറി വിളിക്കും. കാഴ്ചക്കാരുടെ അലർച്ചകൾ ആംഫി തിയേറ്ററിൻ്റെ ഗാലറിയിൽ നിന്ന് അനുസ്യൂതം മുഴങ്ങിക്കൊണ്ടിരിക്കും. കാണികൾക്ക് എന്തുകൊണ്ടും ഇത് തുല്യമായ മറ്റു മത്സരങ്ങളെക്കാളോ പ്രകടനങ്ങളെക്കാളോ ഏറെ ഇഷ്ടമാണ്. ഈ മൃഗങ്ങൾക്കിരയായ മനുഷ്യർക്ക് വൈദഗ്ധ്യമോ പ്രതിരോധമോ ഒന്നും തന്നെ ഇവിടെ ഫലം ചെയ്യുന്നില്ല. ഏതെങ്കിലും തരത്തിൽ വളരെ യാദൃച്ഛികമായി രക്ഷപ്പെട്ടാൽ തന്നെ മരണത്തെ മറ്റൊരു മത്സരത്തിലേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.